ഹായ് ഓൾ, ഹൈഡ്രപ്പിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയുടെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇതിന്റെ ആദ്യത്തെ പാർട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ സെക്കൻഡ് പാർട്ടാണ്. നമുക്ക് ലാബ് അസിസ്റ്റന്റ് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Name the gas formed when concentrated nitric acid is added to copper. കോപ്പറിലേക്ക് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഗ്യാസ് ഏതാണെന്നാണ് ചോദ്യം. ഇവിടെ നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ നൈട്രജൻ ഡയോക്സൈഡ് ആണ്. അപ്പം കോപ്പർ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഏത് ഗ്യാസ് ആണ് റിലീസ് ചെയ്യുന്നത്? നൈട്രജൻ ഗ്യാസ്, നൈട്രജൻ ഡയോക്സൈഡ് ഗ്യാസ് ആണ്. അപ്പൊ ഈ നൈട്രജൻ ഡയോക്സൈഡ് ഗ്യാസ് എന്ന് പറയുന്നത് ഒരു റെഡിഷ് ബ്രൗൺ കളർ ഉള്ള ഒരു ഗ്യാസ് ആണ്. അപ്പൊ നമുക്ക് ആ റിയാക്ഷൻ ഒന്ന് കണ്ടാലോ? അതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. ഇതെവിടെ നോക്കിക്കേ, നമ്മുടെ കോപ്പർ ആരുമായിട്ട് റിയാക്ട് ചെയ്യാണ്? നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാം. റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോപ്പർ നൈട്രേറ്റ് പ്ലസ് വാട്ടർ ഉണ്ട്. അതിന്റെ കൂടെ നമ്മളിപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്ന ഗ്യാസ് ആണ്. ഏതാണത്? നൈട്രജൻ ഡയോക്സൈഡ്. അതൊരു റെഡിഷ് ബ്രൗൺ കളേർഡ് ഗ്യാസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ് ഇവിടെ. അതായത് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു റിയാക്ഷനിൽ തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിക്കുന്നുണ്ട് അല്ലെ? അതല്ലേ റിഡോക്സ് റിയാക്ഷൻ. അപ്പോ ഇവിടെ ആർക്കാണ് ഓക്സിഡേഷൻ, ആർക്കാണ് റിഡക്ഷൻ സംഭവിക്കുന്നത് നമുക്ക് അറിയണ്ടേ? ഓക്കെ, അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. എന്താണ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിനെ നഷ്ടമാകുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ആ ഇലക്ട്രോൺസ്, ലോസ് ആകുന്ന ഇലക്ട്രോണിനെ ഏത് ഏജന്റ് ആണോ അക്സെപ്റ്റ് ചെയ്യുന്നത് അതിനെ എന്തെന്ന് വിളിക്കാം? അയാളെ നമുക്ക് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് വിളിക്കാം. അപ്പൊ ഇലക്ട്രോൺ ലോസിന് ഓക്സിഡേഷൻ എന്നും ആ ലോസ് ആകുന്ന ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന ആളിനെ നമുക്ക് ഓക്സിഡൈസിങ് ഏജന്റ് എന്നും വിളിക്കാം. ഇനി അടുത്ത റിഡക്ഷൻ എന്താണ്? ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് റിഡക്ഷൻ എന്ന് പറയുന്നത് അല്ലെ? ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സ്. അപ്പോൾ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യണമെങ്കിൽ ആരെങ്കിലും ഒരു ഇലക്ട്രോണെ കൊടുക്കണമല്ലോ. ആ കൊടുക്കുന്ന ആളിനെ എന്തെന്ന് വിളിക്കാം? നമുക്ക് റെഡ്യൂസിങ് ഏജന്റ് എന്ന് വിളിക്കാം. അപ്പൊ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ലോസ് ആണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിന്റെ ഗെയിൻ ആണ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിലെ ഓക്സിഡേഷൻ നമ്പേഴ്സ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്, ആർക്കാണ് റിഡക്ഷൻ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ എങ്ങനെയാ ഓക്സിഡേഷൻ നമ്പർ എഴുതുന്നത്? അത് ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട് അല്ലെ? പലതും നമ്മൾ കേട്ട് മറന്നവയായിരിക്കും. അപ്പൊ നമുക്ക് അതിന്റെ റൂൾസ് എന്ത് ചെയ്യാം ഒന്ന് കാണാം. ഈ എലമെന്റ്സിന്റെ ഇൻ ദ ഫ്രീ ഓർ അൺകമ്പൈൻഡ് സ്റ്റേറ്റ്, ഫ്രീ ആയിരിക്കുന്ന സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പൗണ്ടുമായിട്ട് ചേർന്ന് കാണാത്ത സ്റ്റേറ്റിലോ അൺകമ്പൈൻഡ് സ്റ്റേറ്റിലോ ഈച്ച് ആറ്റം ബിയേഴ്സ് ആൻ ഓക്സിഡേഷൻ നമ്പർ ഓഫ് 0. അങ്ങനെയുള്ള കേസസിൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? 0 ആയിരിക്കും. 0 ആകുന്ന കുറച്ച് ആൾക്കാർ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്സിഡേഷൻ നമ്പർ 0 ആകുന്ന ചില ആൾക്കാർ ആരൊക്കെയാണ്? ഒന്ന് നമ്മുടെ ഹൈഡ്രജൻ മോളിക്യൂൾ, പിന്നെ ഓക്സിജൻ, ക്ലോറിൻ വരുന്നുണ്ട്, O3 വരുന്നുണ്ട്, P4 വരുന്നുണ്ട്, S8 വരുന്നുണ്ട്, സോഡിയം, മെഗ്നീഷ്യം, അലൂമിനിയം, ഇതിന്റെയൊക്കെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 0 ആണ്. നമ്മൾ കുറച്ച് ആൾക്കാരുടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ബാക്കി അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇനി ഇതുപോലത്തെ റിഡോക്സ് റിയാക്ഷൻസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിന്റെയൊക്കെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 0 ആണ്. ഇനി അയോൺസ്, സോഡിയം പ്ലസ് അയോൺ. അപ്പൊ ഇതിന്റെ ഈ ചാർജ് തന്നെയാണ് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. സോഡിയം 1+ ആണ് അല്ലെ? അപ്പൊ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ ഒന്ന് തന്നെയാണ്, +1 തന്നെയാണ്. അതുപോലെ മെഗ്നീഷ്യം 2+. മെഗ്നീഷ്യം 2+ന്റെ ചാർജ്, അയോണിക് ചാർജ് എത്രയാണ്? 2 ആണ് അല്ലെ? അപ്പൊ +2 തന്നെയാണ് അതിന്റെ എന്തെന്ന് പറയുന്നത്? ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഓക്സിജൻ എടുത്താൽ ഓക്സിജന്റേത് 2- അയോൺ ആണത്. സോ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ത് വരും? -2 എന്ന് വരും. അപ്പൊ ഈ പ്ലസ് ഡിനോട്ട് ചെയ്യുന്നത് എന്തിനാ? ഇലക്ട്രോണിന്റെ ലോസിനെയാണ് കാണിക്കുന്നത് കേട്ടോ. ഇലക്ട്രോണിന്റെ ലോസിനെ കാണിക്കുമ്പോൾ നമ്മൾ ഒരു ഇലക്ട്രോൺ നഷ്ടമായി സ്റ്റേബിൾ ആവാനായിട്ട്. അപ്പൊ ഒരു ഇലക്ട്രോൺ നഷ്ടമാകുമ്പോൾ നമ്മൾ പ്ലസ് സൈനും, ഗെയിൻ ചെയ്യുമ്പോൾ മൈനസ് സൈനുമാണ് കൊടുക്കാറ്. ഇനി നമുക്ക് അടുത്ത ആളുടെ ഓക്സിഡേഷൻ നമ്പർ ഒന്ന് ചെക്ക് ചെയ്താലോ? ഹൈഡ്രജന്റേത് യൂഷ്വലി +1 ആണ്. പക്ഷെ ചില കേസുകളിൽ ഇപ്പൊ ലിഥിയം ഹൈഡ്രൈഡ്, ഓക്കെ, സോഡിയം ഹൈഡ്രൈഡ്, പിന്നെ കാൽഷ്യവുമായിട്ട് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്, അപ്പൊ ഇതിന്റെയൊക്കെ കേസസിൽ മാത്രം ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. അത് എക്സെപ്ഷണൽ കേസ് ആണ്. യൂഷ്വലി ഹൈഡ്രജന്റെ എത്രയാണ്? +1 ആണ്. പക്ഷെ ചില ഹൈഡ്രൈഡുകൾ ഫോം ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാവും? -1 ആവും. ഇനി ഓക്സിജൻ, നമ്മൾ നേരത്തെ കണ്ട ഓക്സിജന്റേത്
മിക്കവാറുമുള്ള എല്ലാ കോമ്പൗണ്ട്സിലും -2 ആണ്. അവിടെയും എക്സെപ്ഷൻ ഉണ്ട്. എവിടെയാണ് എക്സെപ്ഷൻ വരുന്നത്? പെറോക്സൈഡുകളിലും സൂപ്പർ ഓക്സൈഡുകളിലും ഓക്സിജൻ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പറിൽ വ്യത്യാസം വരും. പെറോക്സൈഡിന് ഉദാഹരണമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒക്കെ. അപ്പൊ അവിടെ ഹൈഡ്രജൻ പെറോക്സൈഡ് പോലെയുള്ള പെറോക്സൈഡുകളിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര വരും? -1 വരും. സൂപ്പർ ഓക്സൈഡ്സിൽ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ വിൽ ബി -1/2. ഇതൊക്കെ എക്സെപ്ഷണൽ കേസ് ആണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് തന്നിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്ന് ചോദിക്കുന്നതെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ആൾക്കാർ ആരൊക്കെയാണ്? നമ്മുടെ ഹാലജൻസ്, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ പോലെയുള്ള ഹാലജൻസ്. അവയുടെ ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു കോമ്പൗണ്ടിന്റെ H2O എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോമ്പൗണ്ട് പറയുകയാണ് നമ്മൾ, അതിന്റെ ടോട്ടൽ ഓക്സിഡേഷൻ നമ്പർ വിൽ ഓൾവേസ് ബി 0. ഓക്കെ, ഒരു കോമ്പൗണ്ടിന്റെ ഓക്സിഡേഷൻ നമ്പറിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? എല്ലായ്പ്പോഴും 0 ആയിരിക്കും. ഇനി അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വന്നാലോ, ആ റിയാക്ഷനിലേക്ക്. ഈ റിയാക്ഷൻ നോക്കി, നമ്മൾ ഇത്രയും റൂൾസ് വെച്ചുകൊണ്ട് നമ്മൾ ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ എഴുതാൻ പോവാണ്. നമ്മുടെ കോപ്പറിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 0 അല്ലേ? കോപ്പറിന്റെ 0 ആണ്, കാരണം എലമെന്റൽ സ്റ്റേറ്റിൽ ഇരിക്കുകയല്ലേ. അപ്പൊ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ 0 ആണ്. ഹൈഡ്രജന്റെ നമുക്കറിയാം +1 ആണ്. നൈട്രജൻ നമുക്ക് അറിയില്ല, അതവിടെ ഇരുന്നോട്ടെ. ഓക്സിജന്റെ എത്രയാണ്? -2 ആണ്. എടാ, ഹൈഡ്രജൻ +1 ആണ്. ഹൈഡ്രജന്റെ +1 ആണ്. നമുക്ക് നൈട്രജന്റെ അത് അറിയില്ല, ഞാൻ എക്സ് എന്ന് ഇടുകയാണ്. നമ്മുടെ ഓക്സിജന്റെ എത്രയാ? -2 ആണ് അല്ലെ? അവിടെ എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ട്? 3 എണ്ണം. സോ ഇത് എത്രക്ക് ഈക്വൽ ആയിരിക്കണം? 0ക്ക്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കോമ്പൗണ്ടിന്റെ ഓക്സിഡേഷൻ നമ്പറിന്റെ ആൾജിബ്രായിക് സം എത്ര ആയിരിക്കണം? 0 ആയിരിക്കണം. ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ എന്ത് വരും? ഇത് 1 വരും. ഇത് -2 × 3 എത്രയാ? -6. 1 - 6 എത്ര വരും ആൻസർ? 1 - 6 ആണ്. അപ്പൊ -5 ആൻസർ വരും. ഇസ് ഈക്വൽ ടു 0. then x ഈക്വൽ ടു നമുക്ക് എത്ര വരും? +5. അതായത് നമ്മുടെ നൈട്രിക് ആസിഡിലുള്ള നൈട്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ? +5 ആണ്. അപ്പൊ നമ്മുടെ ഹൈഡ്രജന്റെ +1, നൈട്രജന്റെ +5, ഓക്സിജന്റെ ഇവിടെ -2 ആണ്. then ഇവിടെ എന്ത് വരും? കോപ്പർ നൈട്രേറ്റ് ആണ്. കോപ്പർ നൈട്രേറ്റ് ആണ്. നമ്മൾ ഈ കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ തന്നെ Cu2+, കോപ്പർ നൈട്രേറ്റിനെ നമ്മൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എഴുതുകയാണെങ്കിൽ Cu2+ + 2NO3- ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ കോപ്പർ നൈട്രേറ്റ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഇവിടത്തെ കോപ്പറിന്റെ ചാർജ് എത്ര വരും? Cu2+ ആണ്. ഒരു നൈട്രജന്റെ -1. അപ്പൊ അങ്ങനെയുള്ള 2 നൈട്രജൻ ഇവിടെ ഉണ്ട്. നിങ്ങളിവിടെ നോക്കിക്കേ, നമ്മുടെ കോപ്പറിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ 0 ആയിരുന്നു. 0 എന്നുള്ളത് ഇവിടെ വന്നപ്പോ എന്തായി? 2 ആയി. അതായത് അവിടെ എന്താ സംഭവിച്ചത്? ഇലക്ട്രോൺസിന്റെ ഗെയിൻ ആണോ ലോസ് ആണോ? 0 ആയിരുന്ന ഓക്സിഡേഷൻ നമ്പർ എത്രയായി മാറി? 2+ ആയി. 2+ ആവുക എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ലോസ് ആണ് സംഭവിക്കുന്നത്. സോ ഇലക്ട്രോൺസിന്റെ ലോസ് സംഭവിച്ചാൽ അത് ആ റിയാക്ഷൻ നമ്മൾ എന്തെന്ന് വിളിക്കും? ഓക്സിഡേഷൻ എന്ന് വിളിക്കും. ഇവിടെ കോപ്പറിനാണ് ഇവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നത്? ഓക്സിഡേഷൻ സംഭവിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നൈട്രിക് ആസിഡിന്റെ കാര്യം നോക്കാം. നമ്മുടെ ഇവിടെ നൈട്രിക് ആസിഡ് ഒരു നൈട്രജൻ ഉണ്ടായിരുന്നു അല്ലെ? നമ്മുടെ ഈ നൈട്രജൻ ഡയോക്സൈഡിന്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് നോക്കിയാലോ? നൈട്രജൻ ഡയോക്സൈഡ് NO2. അവിടെ ഓക്സിജന്റെ എത്രയാ? -2 ആണ് അല്ലെ? അപ്പോ നൈട്രജന്റെ നമുക്ക് കണ്ടുപിടിക്കാം x + -2 × ഓക്സിജന്റെ -2 ആണ്. അങ്ങനെയുള്ള 2 ഓക്സിജൻ ഉണ്ട്, which is equal to 0. NO2 എന്ന് പറയുന്ന കോമ്പൗണ്ടിന്റെ ടോട്ടൽ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ x - 4 is equal to 0. x is equal to നമുക്ക് എത്ര എഴുതാം? +4 എന്ന് എഴുതാം അല്ലെ? അപ്പൊ നമ്മുടെ ഇവിടുത്തെ നൈട്രജന്റെ ഓക്സിഡേഷൻ നമ്പർ +4, ഓക്സിജൻ -2 ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നൈട്രജന്റെ ഇവിടെ +5 ആയിരുന്നു. ഇവിടെ വന്നപ്പോ എത്രയായി? +4 ആയി. ഇവിടെ ഓക്സിഡേഷൻ നമ്പറിന് എന്താ പറ്റിയത്? ഓക്സിഡേഷൻ നമ്പർ +5ൽ നിന്ന് +4 ആകണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ആ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യണം. +5ൽ നിന്ന് +4 ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്തു, അതുകൊണ്ടാണ് +5 +4 ആയത്. അപ്പൊ അവിടെ സംഭവിക്കുന്നത് എന്താ? റിഡക്ഷൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നൈട്രിക് ആസിഡിനെ എന്തെന്ന് വിളിക്കാം? റിഡക്ഷൻ ആണ് അതിന് സംഭവിക്കുന്നത്. പക്ഷെ അതിന് എന്ത് ഏജന്റ് ആണ് നമ്മൾ വിളിക്കുന്നത്? ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് വിളിക്കും അല്ലെ? ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് കോപ്പറിനാണ്, പക്ഷെ ഓക്സിഡൈസിങ് ഏജന്റ് ആരാണ്? നൈട്രിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ കുറച്ച് എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ നമ്പർ എഴുതാൻ അറിയുന്ന എന്തുകൊണ്ടും എന്താണ്? നല്ലതാണ്. നമുക്ക് ഇതുപോലെയുള്ള അൺനോൺ ആയിട്ടുള്ള എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ നമ്പർ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ ചോദിക്കാം.
ഇനി അതുപോലെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നൈട്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും കോൺസ്റ്റന്റ് അല്ല, ഇല്ലേ? അത് ഫോം ചെയ്യുന്ന കോമ്പൗണ്ടിനനുസരിച്ച് വേരിയേഷൻ വരുന്നുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും കോൺസ്റ്റന്റ് അല്ല, അത് ഫോം ചെയ്യുന്ന കോമ്പൗണ്ടിനനുസരിച്ച് എന്ത് വരാം, മാറ്റങ്ങൾ വരാം. അതൊക്കെ എക്സെപ്ഷണൽ കേസസ് ആണ്. നമ്മളിപ്പോ കുറച്ച് ആൾക്കാരുടെ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്യുക, സ്റ്റേബിൾ ആയിട്ട് പഠിച്ചു വയ്ക്കുക. നമുക്ക് അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരുന്നു? നൈട്രജൻ ഡയോക്സൈഡ് ആണ് കോപ്പറും നൈട്രിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത്. അതിന്റെ റെഡിഷ് ബ്രൗൺ ആണ് അതിന്റെ കളർ. ഈ രണ്ട് കാര്യങ്ങളും ഒന്നവിടെ ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ ഓക്സിഡേഷൻ നമ്പർ. ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടെയ്ൻ കോപ്പർ, ടിൻ ആൻഡ് സിങ്ക്? അപ്പൊ ഇവിടെ നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നവരെല്ലാവരും എന്താണ്? അലോയ്സ്. എന്താണ് അലോയ്സ് എന്ന് വെച്ചാൽ? അലോയ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മെറ്റലിന്റെ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് വേറെ ആൾക്കാരെ ആഡ് ചെയ്യും. ഓക്കെ, ആ ഫോം ചെയ്യുന്ന കോമ്പിനേഷനെ വിളിക്കുന്ന പേരാണ് അലോയ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ ഓപ്ഷനിൽ 4 അലോയ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ ഏത് അലോയിലാണ് കോപ്പറും ടിന്നും സിങ്കും കണ്ടന്റ് ആയിട്ട് വരുന്നതെന്നാണ് ചോദ്യം. ഏതൊക്കെയാണ് കോപ്പറും ടിന്നും സിങ്കും? അപ്പൊ നമ്മുടെ കോപ്പറും ടിന്നും സിങ്കും കണ്ടന്റ് ആയിട്ട് വരുന്ന ആർക്കാണ്? ഗൺ മെറ്റലിനാണ്. നമ്മുടെ ഓൾറെഡി ആൻസർ അവിടെ വന്നു, ഗൺ മെറ്റലിനാണ്. ഓക്കെ, അപ്പൊ ഗൺ മെറ്റൽ ഒരു അലോയി ആണ്. നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത ഒരു തരം അലോയി ആണ് ഏതെന്ന് പറയുന്നത് ഗൺ മെറ്റൽ എന്ന് പറയുന്നത്. ആൻഡ് അലോയി ഈസ് എ മെറ്റാലിക് സബ്സ്റ്റൻസ് കമ്പോസ്ഡ് ഓഫ് 2 or more elements. രണ്ടിലധികം എലമെന്റ്സ് കമ്പൈൻ ചെയ്തിരിക്കുന്ന ഒരു മെറ്റാലിക് സബ്സ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? അലോയി എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു കമ്പോണന്റ് എന്തായിരിക്കണം? മെറ്റൽ ആയിരിക്കണം. അപ്പൊ നമുക്ക് കുറച്ച് സ്ഥിരമായി ചോദിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള കുറച്ച് അലോയിസിനെ നമുക്ക് എന്ത് ചെയ്യാം, പരിചയപ്പെടാം. ആരൊക്കെയാണ്? നമ്മളിപ്പോ പഠിച്ച ഗൺ മെറ്റൽ ഇവിടെ ഉണ്ട്. ആരൊക്കെയാ? കോപ്പർ ഉണ്ട്, സിങ്ക് ഉണ്ട്, ടിൻ ഉണ്ട്. ഇതാണ് നമ്മുടെ ഗൺ മെറ്റലിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഈ കോപ്പറും സിങ്കും മാത്രം ചേർന്നാൽ ഉണ്ടാകുന്ന അലോയി ആണ് ബ്രാസ്. കോപ്പറും സിങ്കും, കോപ്പർ സിങ്ക് ടിന്നു ചേരുമ്പോൾ ഗൺ മെറ്റൽ, കോപ്പറും സിങ്കും ചേർന്നുണ്ടാകുന്ന അലോയി ബ്രാസ് ആണ്. ദെൻ കോപ്പറും ടിന്നും ചേർന്നുണ്ടാകുന്ന അലോയി ആണ് ആര്? ബ്രോൺസ് അഥവാ വെങ്കലം, അല്ലെ? കോപ്പറും ടിന്നും ചേർന്നുണ്ടാകുന്ന അലോയി ആണ് ബ്രോൺസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ 3 നമുക്ക് എന്ത് ചെയ്യാം, ഈസിലി മെമ്മറൈസ് ചെയ്യാം. കോപ്പർ സിങ്ക് ടിൻ ആണെങ്കിൽ ഗൺ മെറ്റൽ, കോപ്പറും സിങ്കും ആണെങ്കിൽ ബ്രാസ്, കോപ്പറും ടിന്നും ആണെങ്കിൽ എന്താണ്? ബ്രോൺസ് ആണ്. ദെൻ ഇവിടെ നോക്കിക്കേ, നമ്മുടെ ഡുരാലുമിൻ എന്ന് പറഞ്ഞാൽ അലൂമിനിയത്തിന്റെയും കോപ്പറിന്റെയും കോമ്പിനേഷൻ ആണ് ആരെന്ന് പറയുന്നത്? ഡുരാലുമിൻ എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ ഒരു ആലും ഉണ്ടല്ലേ, അത് അതിൽ നിന്ന് തന്നെ ഒന്ന് ഓർത്ത് വെക്കുക. അലൂമിനിയം അതിന്റെ ഒരു കണ്ടന്റ് ആണ്. പിന്നെ അതിനോടൊപ്പം എന്തുണ്ട്? കോപ്പറും ഉണ്ട്. ഡുരാലുമിൻ എന്ന് പറയുമ്പോൾ അലൂമിനിയം കോപ്പറിന്റെ കോമ്പിനേഷൻ ആണ്. നമ്മുടെ ഓൾനിക്കോ ആണെങ്കിലോ, ഓൾനിക്കോയുടെ പേര് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ കമ്പോണൻസ് നമുക്ക് അതിന്റെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും. ആരൊക്കെയാ ഉള്ളത് ഓൾനിക്കോയില്? അലൂമിനിയം, നിക്കൽ ആൻഡ് കൊബാൾട്ട്. പക്ഷെ അത്രയും പേരല്ല, പിന്നെ ആരും ഉണ്ട്? നമ്മുടെ അയണും അടങ്ങിയിട്ടുണ്ട്. അയൺ, അലൂമിനിയം, നിക്കൽ ആൻഡ് കൊബാൾട്ട് ആണ് ആരുടെ കമ്പോണൻസ് എന്ന് പറയുന്നത്? ഓൾനിക്കോ എന്ന് പറയുന്ന അലോയിഡത്. ഇനി നമുക്കിവിടെ നോക്കിക്കേ, അടുത്ത സ്റ്റീൽ ആണ്. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ അയണിന്റെയും കാർബണിന്റെയും കോമ്പിനേഷൻ ആണ് ആര്? സ്റ്റീൽ എന്ന് പറയുന്നത്. അയണിന്റെയും കാർബണിന്റെയും. ഇവിടെ ഓൾനിക്കോയിൽ ആണെങ്കിൽ അയൺ പ്ലസ് അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്. നമുക്ക് ആ പേരിൽ നിന്ന് മനസ്സിലാക്കാം. ഇവിടെ അയണും കാർബണും ചേർന്നതാണ് ഇതെന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റീൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അലോയി ആണ് ആര്? നിക്രോം. നിക്രോമിന്റെയും കമ്പോണൻസിനെ മനസ്സിലാക്കാൻ ആ പേരിലേക്ക് നോക്കിയാൽ മതി. ആരൊക്കെയുണ്ട്? നിക്കലും ക്രോമിയവും. പിന്നെ മൈനർ ക്വാണ്ടിറ്റീസിൽ വേറെ 1-2 എലമെന്റ്സ് കാണും. നമുക്കിപ്പോ എന്ത് മതി? പ്രധാനപ്പെട്ട ആൾക്കാർ മാത്രം മതി, നിക്കലും ക്രോമിയവും. അപ്പൊ ഇത്രയും അലോയ്സിന് എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ കണ്ട അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ച അലോയ് ഗൺമെറ്റൽ ആയിരുന്നു. ഗൺമെറ്റലിലെ കമ്പോണൻസ് ആരൊക്കെയാണ്? കോപ്പറും സിങ്കും ടിന്നും. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ളൊരു ചോദ്യമാണ്. ഒരു ഓർഗാനിക് കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, ഇതിനെ നെയിം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ? നമ്മള് കുറെ നാളുകളായി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒത്തിരി നെയിമിങ്സ് നടത്തിയവരാണ്. നമുക്ക് ഇതിന്റെ നെയിമിങ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കേ. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് നമ്മുടെ എ ഓപ്ഷൻ ആണ്, 4-oxopentanoic acid. നമുക്ക് ഈ നെയിമിംഗ് ഒക്കെ നമ്മൾ ആൻസേഴ്സ് കണ്ടു, പക്ഷെ നമുക്ക് ഇതിന്റെ നെയിമിങ്ങിന്റെ റൂൾസ് മനസ്സിലാക്കിയതിനു ശേഷം ഈ നെയിം നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മള് IUPAC നെയിമിംഗ് ചെയ്യുമ്പോൾ എടുക്കേണ്ടുന്ന അല്ലെങ്കിൽ പാലിക്കേണ്ടുന്ന ചില റൂൾസ് ഏതൊക്കെയാണ്? നമ്മൾ ഒരു കോമ്പൗണ്ട് നമുക്ക് തരികയാണെങ്കിൽ അതിലെ ലോങ്സ്റ്റ് ചെയിൻ ഐഡന്റിഫൈ ചെയ്യണം.
അതാണ് നമ്മുടെ പാരന്റ് ചെയിൻ എന്ന് പറയുന്നത്. ലോങ്സ്റ്റ് ആയിട്ടുള്ള കണ്ടിന്യൂസ് കാർബൺ ചെയിൻ എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്നിട്ട് അതാണ് നമ്മുടെ പാരന്റ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പം അതിൽ ഒരു കാർബൺ ആറ്റം ആണെങ്കിൽ മെത്ത് എന്ന് പറഞ്ഞ പേര് കൊടുക്കും, 2 കാർബൺ ആറ്റം ആണെങ്കിൽ എത്ത്, അങ്ങനെയുള്ള എന്താണ് പേരുകൾ നമ്മൾ കൊടുക്കും. മെത്ത്, എത്ത്, പ്രോപ്പ്, ബ്യൂട്ട് എന്ന് പറഞ്ഞു പോകും അല്ലെ. ഇനി എങ്ങനെയാ നമ്പറിംഗ് ചെയ്യേണ്ടത്? നമ്പർ ദ ചെയിൻ സ്റ്റാർട്ടിംഗ് ഫ്രം ദ എൻഡ് ക്ലോസസ്റ്റ് ടു ദ ഫസ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഓർ സബ്സ്റ്റിറ്റ്യൂവന്റ്. അപ്പോ ആ ഒരു ചെയിൻ എടുക്കുന്ന സമയത്ത് അതിൽ ഏതെങ്കിലും സബ്സ്റ്റിറ്റ്യൂവന്റോ ഫങ്ഷണൽ ഗ്രൂപ്പോ വരുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവയ്ക്ക് ഏറ്റവും ചെറിയ നമ്പർ വരുന്ന രീതിക്ക് വേണം എന്ത് ചെയ്യാൻ, നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും ലോങ്സ്റ്റ് ചെയിൻ ഐഡന്റിഫൈ ചെയ്യുക, കോൺസ്റ്റിറ്റ്യൂവൻസിന് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂവന്റിന് അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക, നമ്പർ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂവൻസിനെ തിരിച്ചറിയണം. ഇപ്പോ CH3 ആണ് എങ്കിൽ മിഥൈലാണത്, Cl ആണെങ്കിൽ അത് ക്ലോറോ ആണ്, പിന്നെ Br ആണെങ്കിൽ അത് ബ്രോമോ ആണ്. അങ്ങനെയുള്ള ആ സബ്സ്റ്റിറ്റ്യൂവൻസിനെ തിരിച്ചറിയുകയും അതിനെ നെയിം ചെയ്ത് വെക്കുകയും വേണം. എന്നിട്ട് ഇപ്പൊ 2 ക്ലോറിൻ ഉണ്ട് എങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിക്കും, ഡൈക്ലോറോ. 3 ക്ലോറിൻ ആണെങ്കിലോ ട്രൈക്ലോറോ. അപ്പൊ അങ്ങനെയുള്ള പ്രിഫിക്സസ് കൂടെ ആഡ് ചെയ്യേണ്ടി വരും എത്ര സബ്സ്റ്റിറ്റ്യൂവന്റ് ഗ്രൂപ്പ്സ് ഉണ്ട് എന്നതിനനുസരിച്ച്. ദെൻ എന്ത് ചെയ്യണം, assign position numbers and choose lowest set of position number. അപ്പൊ ഞാൻ പറയുകയാണ്, ഞാനിപ്പോ നമ്പർ ചെയ്യുന്ന സമയത്ത് ഇപ്പോ ഇടതുവശത്ത് നിന്ന് രണ്ടാമത്തെ പൊസിഷനിൽ ഒരു CH3 എന്ന് പറഞ്ഞ ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് കിടപ്പുണ്ട്. ഞാൻ റൈറ്റ് സൈഡിൽ നിന്ന് എണ്ണുമ്പോൾ അതിന്റെ പൊസിഷൻ 5 ആണെന്ന് വിചാരിക്കാം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് എണ്ണിയപ്പോ 2ഉം റൈറ്റ് സൈഡിൽ നിന്ന് എണ്ണിയപ്പോ 5ഉം ആണ് എങ്കിൽ നമ്മൾ ഏത് പൊസിഷനിലാണ് എടുക്കുന്നതിനെ, 2ലായിരിക്കും. കാര്യം എന്താ, കാരണം അതാണ് എന്തെന്ന് പറയുന്നത് ലോവസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ അതിനെ ചൂസ് ചെയ്യും. ദെൻ എന്ത് ചെയ്യണം, ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്ത് നെയിം ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള സഫിക്സ് അല്ലെങ്കിൽ പ്രിഫിക്സ് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. ദെൻ ആൽഫബറ്റിക് സബ്സ്റ്റിറ്റ്യൂവൻസ്, അതായത് നമ്മുടെ ഈ സബ്സ്റ്റിറ്റ്യൂവൻസിന് ആൽഫബറ്റിക് ഓർഡറിൽ വേണം എന്ത് ചെയ്യാൻ, അതിന്റെ പേരുകളെ നമ്മൾ എന്ത് ചെയ്യാൻ, ഓർഡർ ചെയ്യാൻ. എന്നിട്ട് നമ്മൾ അതിന് എന്ത് ചെയ്യും, പേര് കൊടുക്കും. അപ്പൊ നമ്മൾ ഈ സെറ്റ് ഓഫ് റൂൾസ് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജനറൽ നെയിമിങ്സ് നടക്കുന്നത്. വേറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റൂൾസ് ഒബൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തെറ്റാതെ എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് വരാൻ പറ്റും. നമുക്ക് കുറച്ച് സെറ്റ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെ കാണാം. നമ്മള് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആരൊക്കെയുണ്ട്, കാർബോക്സിലിക് ആസിഡ്, എസ്റ്റർ, ആസിഡ് ക്ലോറൈഡ്, അമൈഡ്, നൈട്രൈൽ, ആൽഡിഹൈഡ്, കീറ്റോൺ, ആൽക്കഹോൾ, അമൈൻ, ആൽക്കീൻ, ആൽക്കൈൻ, ആൽക്കെയിൻ, ഹാലോ ഗ്രൂപ്പ്സ്, ഇവരൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ്. അപ്പോ ഒരു IUPAC നെയിമിങ്ങിൽ തന്നെ ഒന്നിലധികം ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വരികയാണ്. ഇപ്പൊ ആസിഡ് ഉണ്ട്, എസ്റ്റർ ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ആസിഡ് ഉണ്ട്, OH ആൽക്കഹോൾ ഗ്രൂപ്പ് ഉണ്ട്. ഇങ്ങനെ വരുമ്പോ നമുക്ക് എന്ത് ചെയ്യണം, പ്രയോറിറ്റി ഓർഡർ ഉണ്ട് അല്ലെ. അതായത് ഒരാളെ നോക്കിയിട്ട് വേണം, അല്ലെങ്കിൽ അയാളെ കൺസിഡർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, അടുത്ത ആളിനെ നെയിം ചെയ്യാനായിട്ട് നമ്മൾ പോവാൻ. അപ്പൊ നമ്മൾ COOH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിനാണ് ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അതായത് ആസിഡ് ഗ്രൂപ്പിന്. ആസിഡ് കഴിഞ്ഞിട്ട് എസ്റ്റർ ഗ്രൂപ്പിന് പ്രയോറിറ്റി കൊടുക്കാവൂ. അതിനുശേഷമേ ആസിഡ് ക്ലോറൈഡ് അഥവാ COCl എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിന് പ്രയോറിറ്റി കൊടുക്കാവൂ. നെക്സ്റ്റ് ആര് വരുള്ളൂ, അമൈഡ്. CONH2 ആണ് ആരെന്ന് പറയുന്നത്, അമൈഡ് എന്ന് പറയുന്നത്. ദെൻ CN എന്ന് പറയുമ്പോൾ ആരാ, നമ്മുടെ നൈട്രൈൽ ഗ്രൂപ്പ് ആണ് CN. ദെൻ CHO ആരാണ്, ആൽഡിഹൈഡ് ആണ്. CHO ആൽഡിഹൈഡ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ആസിഡ്, ആൽഡിഹൈഡ്, ദെൻ കീറ്റോൺസ്, Z ഡബിൾ ബോണ്ട് വരുന്നവയാണ് കീറ്റോൺ. അപ്പൊ ഈ കീറ്റോണിന്റെ പേര് നമ്മൾ സഫിക്സ് ആയിട്ട് ഫ്രണ്ടിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓക്സോ എന്ന പേര് കൊടുക്കും. നമ്മൾ ലാസ്റ്റ് ആണ് നെയിം ചെയ്യുന്നതെങ്കിൽ ഓൺ എന്ന സഫിക്സ് ആണ് എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത്. ദെൻ പിന്നെ അടുത്ത് വരുന്ന ശ്രദ്ധിക്കേണ്ട ആളാണ് ആൽക്കഹോൾ. ആൽക്കഹോൾ ഓൾ ആണ് അതിന് ചേർക്കുന്ന സഫിക്സ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് അതിന്റെ നെയിമിംഗ് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും എവിടെയാണ് ഈ പ്രിഫിക്സും സഫിക്സും ഒക്കെ ഉപയോഗിക്കുന്നത്. ദെൻ അമൈൻ. അമൈൻ എന്ന് പറയുമ്പോൾ NH2 ഗ്രൂപ്പ് ആണ്, അതിന്റെ പ്രയോറിറ്റി പിന്നെയും കുറവാണ്. പിന്നെ ഇതിനൊക്കെ ശേഷമേ ആര് വരുന്നുള്ളൂ, നമ്മുടെ ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്. ഡബിൾ ബോണ്ട് കഴിഞ്ഞ പ്രയോറിറ്റി ആർക്ക് കൊടുക്കാവൂ, ട്രിപ്പിൾ ബോണ്ടിന് കൊടുക്കാവൂ. അതിലും താഴെ ആർക്ക് വരുന്നുള്ളൂ, സിംഗിൾ ബോണ്ടിന് വരുന്നുള്ളൂ. പിന്നെ ആരുണ്ടേ, നമ്മുടെ ഹാലോ ഗ്രൂപ്പ്സ് ഉണ്ട്. ആരൊക്കെയാണ് ഹാലോ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ പോലെയുള്ള ഗ്രൂപ്പ്സ് വരികയാണെങ്കിൽ അത് ലോവസ്റ്റ് പ്രയോറിറ്റി ആണ്. ഓക്കെ, അത് നമ്മൾ യൂഷ്വലി പ്രിഫിക്സ് ആയിട്ട് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ദെൻ അപ്പൊ അവിടെ എന്ത് പേരാണ് നമ്മൾ കൊടുക്കുന്നത്, ക്ലോറോ, ബ്രോമോ എന്നിങ്ങനെയുള്ള പ്രിഫിക്സുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത്. അപ്പൊ സഫിക്സ് ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ആസിഡിനാണെങ്കിൽ ഓയിക് ആസിഡ്, എസ്റ്ററിനാണെങ്കിൽ OH, ആസിഡ് ക്ലോറൈഡിനാണെങ്കിൽ ഓയിൽ ക്ലോറൈഡ്, ദെൻ അമൈഡ് ആണെങ്കിൽ അമൈഡ് തന്നെയാണ്, നൈട്രൈൽ ആണെങ്കിൽ നൈട്രൈൽ, നമ്മുടെ ആൽഡിഹൈഡ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആളാണ് അല്ലെ.
ആൾ അവസാനം ആൾ ഓൾ വന്നാൽ ആരാണ് ആൽക്കഹോൾ ആണ്. പിന്നെ ആരുടെ ഇടയ്ക്ക് കീറ്റോൺ ഓൺ അവസാനം ചേർക്കും. ദെൻ അമൈൻ ഉണ്ട്, ആൽക്കീൻ ഈൻ, YNE, ദെൻ ANE. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ സഫിക്സ് ആയിട്ട് ഹാലോ ഗ്രൂപ്പ്സിൽ എന്ത് ചെയ്യാറില്ല, നെയിമിംഗ് വരാറില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മളെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് വേണം നമ്മൾ നമ്പർ ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമ്മുടെ നേരത്തെ ആ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ തിരിച്ചു പോവാണ്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് നമ്പർ ചെയ്യുന്നത്? പ്രയോറിറ്റി ഇവിടെ രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ട്. നമുക്ക് ആദ്യം ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെ തിരിച്ചറിയാൻ പറ്റണം അല്ലെ. ആരൊക്കെ ഇവിടെ ഉള്ളത്? സി ഡബിൾ ബോണ്ട് ഓ ആരാണ്? ഇവിടെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. ആരാണത്? കീറ്റോൺ ആണ്. ഇവിടെയും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. സി ഡബിൾ ബോണ്ട് ഓ OH ആണ് ആരെന്ന് പറയുന്നത്? കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. സി നമ്മുടെ ആ ഫിഗർ കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. സി ഡബിൾ ബോണ്ട് ഓ OH ആണ് ആരുടെ ഫോർമുല എന്ന് പറയുന്നത്? നമ്മുടെ ആസിഡ് കാർബോക്സിലിക് ആസിഡിന്റെ ഫോർമുല. അപ്പൊ നമുക്ക് രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ഒന്ന് COOH, പിന്നെ ആരാണ് സി ഡബിൾ ബോണ്ടോ. ഇല്ലേ? ഇവ രണ്ടുപേരുമാണ് ഇവിടെ ഉള്ളത്. സി ഡബിൾ ബോണ്ട് ഓ എന്ന് പറയുമ്പോഴത്തേക്കും കീറ്റോൺ ആണ്. ഇവിടെ കീറ്റോണും ഉണ്ട്, കാർബോക്സിലിക് ആസിഡും ഉണ്ട്. അപ്പൊ ഇതിൽ ആർക്കാ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? പ്രയോറിറ്റി കൊടുത്തിട്ട് വേണ്ടേ നമുക്ക് നമ്പർ ചെയ്യാൻ. അപ്പൊ നമുക്ക് ഇതിൽ ആർക്കാ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ആസിഡ് ഗ്രൂപ്പിനാണ് അല്ലെ. നമ്മൾ ആ പഠിച്ച ഓർഡറിൽ പ്രയോറിറ്റിയിൽ ഫസ്റ്റ് വരുന്ന ആരാ? പ്രയോറിറ്റിയിൽ ഫസ്റ്റ് വരുന്നത് നമ്മുടെ ആസിഡ് അല്ലേ. ആസിഡ് അല്ലേ ഫസ്റ്റ് പ്രയോറിറ്റി. ആസിഡ് കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ കീറ്റോൺ ഗ്രൂപ്പ് വരുന്നുള്ളൂ. അതെ, അപ്പൊ നമുക്ക് ആദ്യം നമ്പർ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ ആസിഡ് ഗ്രൂപ്പിനാണ്. അപ്പൊ ഇത് 1, ദെൻ ഇതിന് 2 കൊടുത്തു, ദെൻ ഇത് 3, 4, 5. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് നെയിം ചെയ്യേണ്ടത്? എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 1, 2, 3, 4, 5 അല്ലേ. അപ്പൊ നമ്മുടെ അവിടെ കാർബൺ ആറ്റത്തിന് ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ പാരന്റ് ചെയിനിന് പെൻഡ് എന്ന് പറയുന്ന വേർഡാണ് ആഡ് ചെയ്യേണ്ടത്. ഇത് ആസിഡും ഉണ്ട്, കീറ്റോണും ഉണ്ട് ഇല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആസിഡിനാണ്. അപ്പൊ ഇത് എന്ത് ആസിഡ് ആണ്? പെന്റനോയിക് ആസിഡ് ആണ്. പെന്റനോയിക് ആസിഡ് അല്ലെ. ഓയിക് ആസിഡ് അല്ലേ നമ്മൾ ചേർക്കുന്ന സഫിക്സ് എന്ന് പറയുന്നത്. പെന്റനോയിക് ആസിഡ് ആണ്. ഇനി ഈ പെന്റനോയിക് ആസിഡിൽ എന്തുണ്ട്? 4ാമത്തെ പൊസിഷനിൽ ഒരു കീറ്റോൺ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ എന്താ എഴുതുന്നത്? 4ONE എന്ന് എഴുതുവോ? ഇല്ല. ഇവിടെ പകരം എന്ത് ചെയ്യും? ഇവിടെ നമ്മള് കീറ്റോൺ ഗ്രൂപ്പ് ഇവിടെ സഫിക്സ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ഇതിനകത്ത് ഇതിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് ഗ്രൂപ്പ് ആയിട്ടാണ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂവന്റ് ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മുടെ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? 4ൽ എന്തായിട്ട് കൊടുക്കണം? 4ൽ ഓക്സോ. കീറ്റോണിന്റെ പ്രിഫിക്സ് നമ്മൾ കൊടുത്തിരിക്കുന്ന വേർഡ് ഓക്സോയാണ്. സോ 4-ഓക്സോ പെന്റനോയിക് ആസിഡ് നമുക്ക് കൊടുക്കാം അല്ലേ. അത് തന്നെയല്ലേ അതിന്റെ പേര്, 4-ഓക്സോ പെന്റനോയിക് ആസിഡ്. അതെ, ഇതാണ് നെയിമിംഗ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്. IUPAC നെയിമിംഗ് ഓഫ് ഈ കോമ്പൗണ്ട് എന്താണ്? 4-ഓക്സോ പെന്റനോയിക് ആസിഡ്. അപ്പൊ നമുക്ക് ആ പ്രയോറിറ്റി ഓർഡർ ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ എന്ത് ചെയ്യാം? ഈസിലി നെയിം ചെയ്യാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? Which of the following gives silver mirror with Tollens reagent? Tollens reagentുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സിൽവർ മിറർ തരുന്ന ഓർഗാനിക് കോമ്പൗണ്ട് ഇതിൽ 4ലും ഏതെന്നാ ചോദ്യം. ഓക്കെ, ടോളൻസ് റിയേജന്റ്. ആരാണ് ഈ ടോളൻസ് റിയേജന്റ് എന്ന് പറയുന്നത്? നമ്മുടെ ആൽഡിഹൈഡിനെ തിരിച്ചറിയാനുള്ള 2 ടെസ്റ്റുകളാണ്. ഇത് 2 ഓക്സിഡേഷൻ ടെസ്റ്റുകളാണ്. ആൽഡിഹൈഡിനെ മനസ്സിലാക്കാനുള്ള 2 ടെസ്റ്റ് ആണ്. ഒന്ന് ടോളൻസ് ടെസ്റ്റ്, ദെൻ മറ്റൊന്ന് ഫെല്ലിങ്സ് ടെസ്റ്റ്. ടോളൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റും ഫെല്ലിങ്സ് ടെസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു ടെസ്റ്റുമാണ് എന്തിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്? ആൽഡിഹൈഡിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ടോളൻസ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സിൽവർ മിറർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണെന്നാണ്. ഞാൻ പറഞ്ഞു ടോളൻസ് ടെസ്റ്റ് എന്തിനാ ഉപയോഗിക്കുന്നത്? ആൽഡിഹൈഡിനെ തിരിച്ചറിയാൻ. ഇതിലെ ഈ 4 ഓപ്ഷനിൽ ആൽഡിഹൈഡ് ആരാണെന്ന് നോക്കിയാൽ മതി. ഇതേതാ? ആൽക്കഹോൾ ആണ്. ഇതേതാ? കാർബോണൈൽ ഗ്രൂപ്പ് ആണ് അവിടെ വരുന്നത്. ഇവിടെ ആരാ? CH3CHO. ഇതാരാ? ആൽഡിഹൈഡ് ആണ്. താഴത്തെ ആരാ? ഡി ഓപ്ഷൻ ആരാ? ആസിഡ് ആണ് അല്ലേ. അപ്പൊ നമുക്കിവിടെ ആരെ എടുത്താൽ മതി? ആൽഡിഹൈഡിനെ എടുത്താൽ മതി. ഇത് എന്ത് ആൽഡിഹൈഡ് ആണ്? ഇതിന്റെ നെയിമിംഗ് പറഞ്ഞാൽ എന്ത് വരും? 2 കാർബൺ ആറ്റം ഉള്ളത് കൊണ്ട് എത്ത് അല്ലേ, എത്ത്. ഇനി അവിടെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പേ ഉള്ളൂ. ദെൻ അത് ഏതാണ്? ആൽഡിഹൈഡ് ആണ്. അപ്പൊ എത്തനാൾ. സോ ടോളൻസ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് സിൽവർ മിറർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ആൽഡിഹൈഡ് ആയിരിക്കും. ഇവിടെ നമ്മുടെ ഓപ്ഷനിൽ ഒറ്റ ആൽഡിഹൈഡേ ഉള്ളൂ. ആരാണത്?
എത്തനോൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ബി ആണ്, CH3CHO. Aldehydes are easily oxidized to carboxylic acid by mild oxidizing reagents such as Tollens reagent and Fellings reagent. അപ്പൊ നമ്മളിവിടെ ആൽഡിഹൈഡിനെ ആസിഡ് ആക്കി മാറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഐഡന്റിഫൈ ചെയ്യുന്നത് ആള് എന്ത് തരത്തിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരുന്നു എന്ന്. അപ്പൊ ആൽഡിഹൈഡിനെ തിരിച്ചറിയാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഫെലിങ്സ് ടെസ്റ്റും ടോളൻസ് ടെസ്റ്റും. ടോളൻസ് റിയേജന്റോ ഫെലിങ്സ് റിയേജന്റോ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ആൽഡിഹൈഡുകൾക്ക് ഓക്സിഡേഷൻ സംഭവിച്ചാൽ ആസിഡുകളാണ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസിഡ്സ് ആവും. And these oxidation reactions are used to distinguish aldehydes from ketones. ആൽഡിഹൈഡിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ഏത്, ടോളൻസ് ടെസ്റ്റും ഫെലിങ്സ് ടെസ്റ്റും. അപ്പൊ ടോളൻസ് ടെസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഈ ടോളൻസ് റിയേജന്റ് ആരാണ്? ടോളൻസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ, അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനെയാണ് എന്താന്ന് വിളിക്കുന്നത്, ടോളൻസ് റിയേജന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആൽഡിഹൈഡിലേക്ക് ഈ റിയേജന്റിനെ ആഡ് ചെയ്യുന്നു, വാം ചെയ്യുന്നു. വാം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ബ്രൈറ്റ് സിൽവർ മിറർ ലൈക്ക് സബ്സ്റ്റൻസസ് ആർ ഫോംഡ്. സിൽവർ മെറ്റൽ അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ബ്രൈറ്റ് സിൽവർ മിറർ പോലെ നമുക്ക് എന്ത് ചെയ്യുന്നത്, കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതൊരു ആൽഡിഹൈഡ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ബ്രൈറ്റ് സിൽവർ മിറർ ലൈക്ക് പ്രോഡക്റ്റിന് എന്ത് ചെയ്യുന്നുള്ളത്, ഫോം ചെയ്യുന്നുള്ളൂ. ദ ആൽഡിഹൈഡ്സ് ആർ ഓക്സിഡൈസ്ഡ് ടു കറസ്പോണ്ടിങ് കാർബോക്സിലേറ്റ് ആനയോൺ. അതായത് ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, ആൽഡിഹൈഡുകൾ കറസ്പോണ്ടിങ് ആസിഡുകളായിട്ട് മാറുകയാണ്. അതിന്റെ റിയാക്ഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ആൽഡിഹൈഡ് RCHO, ആർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഇവിടെ വരാം കേട്ടോ, CH3യോ CH2CH3യോ വരാം ഇവിടെ. ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് നമ്മുടെ ഇവിടത്തെ അയോണുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്. അമോണിയക്കൽ സിൽവർ നൈട്രേറ്റിന്റെ അയോൺ ആണ്. അതുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്, ഇത് ആസിഡിന്റെ ആനയോൺ ആണ്, കാർബോക്സിലേറ്റ് ആനയോൺ ആണ്. സോ ഇവിടെ നമ്മൾ ആൽഡിഹൈഡ് ആസിഡ് ആയിട്ട് മാറുന്നു, ഇവിടെ സിൽവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഈ സിൽവർ ബ്രൈറ്റ് സിൽവർ മിറർ ആയിട്ട് നമുക്ക് അപ്പിയർ ചെയ്യുന്നത്. ഈ ടെസ്റ്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ടോളൻസ് ടെസ്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ടോളൻസ് റിയേജന്റിന്റെ പേരെന്താണ്, അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. ഇനി അടുത്ത ടെസ്റ്റ് ആണ് ഇത്, ഫെലിങ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഫെലിങ്സ് ടെസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് സൊല്യൂഷൻസ് ഉണ്ട്, ഫെലിംഗ് സൊല്യൂഷൻ എയും ഫെലിംഗ് സൊല്യൂഷൻ ബിയും. ഈ രണ്ട് സൊല്യൂഷനും യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഈ സൊല്യൂഷൻ എ എന്ന് പറഞ്ഞാൽ അക്വസ് കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫെലിംഗ് സൊല്യൂഷൻ എ എന്ന് പറയുന്നത്. ഫെലിംഗ് സൊല്യൂഷൻ ബി എന്ന് പറയുന്നത് റോഷെലെ സോൾട്ട് ആണ്. റോഷെലെ സോൾട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്, ആൽക്കലൈൻ ആയിട്ടുള്ള സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റ്. പേരൊന്ന് ഓർത്ത് വെച്ചിരിക്കുക, സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റിനെയാണ് റോഷെലെ സോൾട്ട് എന്ന് വിളിക്കുന്നത്. കോപ്പർ സൾഫേറ്റ്, അക്വസ് ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ് ഇവിടെ സൊല്യൂഷൻ എ ആയിട്ടും റോഷെലെ സോൾട്ടിനെ ബി ആയിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ രണ്ട് സൊല്യൂഷൻസും നമ്മൾ ടെസ്റ്റിന് മുന്നേ ഈക്വൽ എമൗണ്ടിൽ എന്ത് ചെയ്യും, മിക്സ് ചെയ്യും. എന്നിട്ട് ഈ ആൽഡിഹൈഡിനെ ഫെലിംഗ് റിയേജന്റുമായിട്ട് എന്ത് ചെയ്യും, ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യും. ഈ ഹീറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവും, ഒരു റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഇവിടെ ഉണ്ടാവും. അപ്പൊ ഫെലിംഗ്സ് ടെസ്റ്റ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫെലിംഗ്സ് റിയേജന്റ് ആഡ് ചെയ്തതിനു ശേഷം ഹീറ്റ് ചെയ്യുമ്പോൾ റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം, ഒരു ആൽഡിഹൈഡ് ആണ് എന്ന് മനസ്സിലാക്കാം. നമ്മുടെ നേരത്തെ പറഞ്ഞ ടോളൻസ് ടെസ്റ്റിലാണെങ്കിൽ അവിടെ എന്താ ഫോം ചെയ്യുന്നത്, ബ്രൈറ്റ് സിൽവർ മിറർ ലൈക്ക് അപ്പിയറൻസ് ഒക്കേഴ്സ്. ഇത് രണ്ടും ആൽഡിഹൈഡിനെ തിരിച്ചറിയാനുള്ള രണ്ട് ടെസ്റ്റുകളാണ്. ഓക്കെ, അപ്പം ഫെലിംഗ് ടെസ്റ്റിന്റെ ഇക്വേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ആൽഡിഹൈഡിനെ നമ്മുടെ കോപ്പർ നൈട്രേറ്റിന്റെയും ഫെലിംഗ് സൊല്യൂഷൻ എയും ബിയുമായിട്ട് റിയാക്ട് ചെയ്തതിനു ശേഷം ഉണ്ടാകുന്നതാണിത്. ആൽഡിഹൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് ആസിഡായി മാറും. ഈ റെഡ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാക്കുന്നത് ഈ കോപ്പറിന്റെ ഈ കോമ്പൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയേ നമുക്ക് എന്തിൽ പഠിക്കാനുള്ളൂ, ആൽഡിഹൈഡിന്റെ ഡിസ്റ്റിങ്ഷനിൽ പഠിക്കാനുള്ളൂ. അപ്പൊ ആൽഡിഹൈഡിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന രണ്ട് ടെസ്റ്റ്, ഒന്ന് ടോളൻസ് ടെസ്റ്റും രണ്ട് ഫെലിംഗ്സ് ടെസ്റ്റുമാണ്. സോ ടോളൻസ് ടെസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടോളൻസ് റിയേജന്റിന്റെ പേരെന്താണ്, അമോണിയക്കൽ സിൽവർ നൈട്രേറ്റ്. അത് ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ബ്രൈറ്റ് സിൽവർ മിറർ പ്രൊഡ്യൂസ് ചെയ്യുമെങ്കിൽ ഫെലിംഗ്സ് ടെസ്റ്റിൽ എന്ത് സംഭവിക്കും, ഫെലിംഗ് സൊല്യൂഷൻ ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, ഒരു റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് ആൽഡിഹൈഡിനെ തിരിച്ചറിയാനായിട്ട് പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, 2 electrons in the same atomic orbital is distinguished by their principal quantum number, azimuthal quantum number, magnetic quantum number, spin quantum number. ഒരേ അറ്റോമിക് ഓർബിറ്റൽ ഇരിക്കുന്ന രണ്ട് ഇലക്ട്രോൺസ് ഇവിടെ തമ്മിൽ എങ്ങനെ തിരിച്ചറിയാം നമുക്ക്,
നമ്മുടെ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, no two electrons in an atom can have all the four set of quantum numbers. അതായത് ഒരു ഇലക്ട്രോണിനും എന്തില്ല, 4 സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ്. ഇതാണ് 4 ക്വാണ്ടം നമ്പേഴ്സ് അല്ലെ. ഇത് 4ന്റെയും വാല്യൂസ് ഒരു ഇലക്ട്രോണിനും പരസ്പരം ഈക്വൽ ആകില്ല. 2 ഇലക്ട്രോൺസ് എടുക്കുകയാണ്, അവയുടെ 4 ക്വാണ്ടം നമ്പേഴ്സിന്റെ വാല്യൂസ് എന്ത് ചെയ്യില്ല, ഒരിക്കലും ഈക്വൽ ആകില്ല. അപ്പോ അതിനെയാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അവയുടെ സ്പിൻ ക്വാണ്ടം നമ്പറിലെങ്കിലും എന്ത് വരും, വ്യത്യാസം വരും. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഒരു ഇലക്ട്രോൺ കറങ്ങുന്നതെങ്കിൽ മറ്റേ ഇലക്ട്രോൺ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും കറങ്ങുന്നത്. അതാണ് നമ്മൾ +1/2 എന്നും -1/2 എന്നും അതിന്റെ സ്പിൻ വാല്യൂസ് പറയുന്നത്. സ്പിൻ വാല്യൂസ് സ്പിന്നിലെങ്കിലും ഇലക്ട്രോൺസിന്റെ ആ ക്വാണ്ടം നമ്പറിൽ എന്ത് വരും, വ്യത്യാസം വരും. നമ്മുടെ 4 പ്രധാനപ്പെട്ട ക്വാണ്ടം നമ്പേഴ്സ് നമുക്ക് നോക്കിയാലോ. ഇവിടെ ആൻസർ ആരായിട്ടാ വരുന്നത്, സ്പിൻ ആണ് കേട്ടോ. നമുക്ക് 4 ക്വാണ്ടം നമ്പേഴ്സ് നോക്കിയിട്ട് വരാം. ആദ്യത്തെ ആരാണോ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അല്ലെ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുമ്പോൾ എന്താ, it determines the size and to large extent the energy of the orbital. ഒരു ഓർബിറ്റലിന്റെ സൈസിനെയും അതിന്റെ എനർജിയും ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന ക്വാണ്ടം നമ്പർ ആണ് ഏതെന്ന് പറയുന്നത്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സിന് നമ്പറിന്റെ പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണ്, 1, 2, 3 എന്ന് പറയുന്നത്. ഓക്കെ, എന്നിന്റെ വാല്യൂ 1 ആണെങ്കിൽ എത്ര അലൗഡ് ഓർബിറ്റൽസ് ഉണ്ടായിരിക്കും, n² ഉണ്ടാവും. സിമിലർ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ PYQന്റെ ക്ലാസ്സിൽ ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. എന്നിന്റെ വാല്യൂ 1 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയ ഷെൽ ഏതായിരിക്കും, K ഷെൽ ആയിരിക്കും. എന്നിന്റെ വാല്യൂ 2 ആണെങ്കിൽ L ഷെൽ, എന്നിന്റെ വാല്യൂ 3 ആണെങ്കിൽ M ഷെൽ ഒക്കെ ആയിരിക്കും. n എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. ദെൻ അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണ് രണ്ടാമത്തെ ആൾ. അസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെ ലെറ്റർ L ആണ് കേട്ടോ. അതായത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ ഓർ സബ്സിഡിയറി ക്വാണ്ടം നമ്പർ. അതായത് ഒരു ഇലക്ട്രോണിന്റെ ആംഗുലർ മൊമെന്റത്തിനെ ഡിനോട്ട് ചെയ്യുന്ന ക്വാണ്ടം നമ്പർ ആണ് ഇതെന്ന് പറയുന്നത്, അതിന്റെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. ഈ എല്ലിന് ഏതൊക്കെ വാല്യൂസ് ഉണ്ടാകാം, 0 മുതൽ n-1 വരെയുള്ള വാല്യൂസ് ഉണ്ടാകാം. ഇപ്പൊ ഞാൻ എന്നിന്റെ വാല്യൂ 2 ആണെന്ന് വിചാരിക്കാം. അപ്പൊ എല്ലിന് എന്തൊക്കെ വാല്യൂസ് വരാം, 0 മുതൽ n-1 എന്ന് വെച്ചാൽ 0, 2 - 1 അല്ലെ. ഇപ്പൊ 0 ഉണ്ടാകാം, 1 ഉണ്ടാകാം. ഓക്കെ, എന്നിന്റെ വാല്യൂ ഇവിടെ 2 ആയിരുന്നു. എല്ലിന്റെ പോസിബിൾ വാല്യൂസ് 0ഉം 1ഉം ആണ്. അപ്പൊ എന്നിനെ ഫ്രണ്ടിൽ നമ്മൾ പ്രിഫിക്സ് ആയിട്ട് എഴുതി. ദെൻ 0ക്ക് കറസ്പോണ്ട് ചെയ്യുന്ന സബ്ഷെൽ ഏതാ, S ആണ്, 2S ആണ്. ദെൻ 2 മെയിൻ സബ്ഷെല്, 1 2 എന്ന് പറഞ്ഞ മെയിൻ ഷെല്ല്, 1 എന്ന് പറഞ്ഞ സബ്ഷെൽ. ഇപ്പൊ 2Sഉം 2P ഇവിടെ സബ്ഷെൽസ് ആണ് അല്ലെ. അപ്പൊ n=1 കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഷെല്ല്, n=2 കറസ്പോണ്ടിങ് ആയിട്ട് 2 സബ്ഷെല്ല്, n=3 കറസ്പോണ്ടിങ് ആയിട്ട് 3 സബ്ഷെൽസ് വരും. ഇതാണ് 1S 2S 2P 3S 3P 3D എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് പറയുന്നത്, അസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സബ്ഷെൽ കോൺഫിഗറേഷൻ പറയുന്നത്. അടുത്ത ക്വാണ്ടം നമ്പർ ഏതാണ്, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ അല്ലെ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനെ ML എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ M_L ഈ നമ്പർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സ്പേഷ്യൽ ഓറിയന്റേഷൻ ഓഫ് ദ ഓർബിറ്റൽ സ്പേസിൽ എങ്ങനെയാണ് ഓറിയന്റ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന ക്വാണ്ടം നമ്പർ ആണ് മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പറിന് നമ്മുടെ അസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെ 2l+1 വാല്യൂസ് വരാം. അതായത് 2 into അസിമുത്തൽ ക്വാണ്ടം നമ്പർ +1. ഓക്കെ, അപ്പൊ ഈ 2l+1 വാല്യൂസ് എന്ന് പറയുമ്പോൾ എണ്ണമാണ് കേട്ടോ. അപ്പൊ അത് ഏതൊക്കെ വാല്യൂസ് ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇറ്റ് ക്യാൻ ഹാവ് വാല്യൂസ് ഫ്രം -l to +l. ഞാൻ പറയട്ടെ, എല്ലിന്റെ വാല്യൂ 3 ആണ്. അങ്ങനെയാണെങ്കിൽ MLന്റെ വാല്യൂസ് ഏതൊക്കെ വരാം, -3 to +3 വരാം. അപ്പൊ ഏതൊക്കെ വരും, -3, -2, -1. ഓക്കെ, പിന്നെ ആര് വരും, 0, 1, 2, 3. ഇപ്പൊ എത്ര പേര് വന്നു, 3, 4, 5, 6, 7 അല്ലെ. നമ്മുടെ 2l+1 ഫോർമുലയിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എല്ലിന്റെ വാല്യൂ എത്രയായിരുന്നു, 3 ആയിരുന്നു. അപ്പൊ 2 × 3 + 1 6 + 1 ആൻസർ എത്ര വരും, ഇവിടെ 7 വരും അല്ലെ. അപ്പൊ ഇതെല്ലാം എണ്ണി നോക്കിയാൽ 1, 2, 3, 4, 5, 6, 7. ഇപ്പൊ MLന് 12+1 വാല്യൂസ് ആണ് വരുന്നത്. സ്പേഷ്യൽ ഓറിയന്റേഷൻ ആണ് കാണിക്കുന്നത്. ഏത് ക്വാണ്ടം നമ്പർ ആണ്, നമ്മുടെ മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ ആണ്. അപ്പൊ ഞാനത് ഒന്ന് ബ്രീഫ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് പറയുന്നത്. ഇലക്ട്രോണിക് സ്പിൻ ക്വാണ്ടം നമ്പർ, ഒരു ഇലക്ട്രോണിന്റെ സ്പിന്നിനെ കാണിക്കുന്നു. അതിന്റെ ലെറ്റർ MS ആണ്, M_S ആണ്. ഇതിന് 2 വാല്യൂസ് ഉണ്ട്, +½ ദെൻ വേറെ -½ അല്ലെ.
അതായത് ക്ലോക്ക് വൈസ് സ്പിൻ ആണെങ്കിൽ പ്ലസ് ഹാഫ്, ആന്റി ക്ലോക്ക് വൈസ് സ്പിൻ ആണ് ഇലക്ട്രോൺ വരുന്നതെങ്കിൽ മൈനസ് ഹാഫും ആയിരിക്കും. അപ്പോൾ ഈ 4 ക്വാണ്ടം നമ്പേഴ്സിനും ഒരു ഇലക്ട്രോൺസിനും എന്ത് ചെയ്യില്ല, മീൻസ് 2 ഇലക്ട്രോൺസ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ 4 ക്വാണ്ടം നമ്പേഴ്സ് വാല്യൂസ് എന്ത് ചെയ്യില്ല, ഒരിക്കലും ഈക്വൽ ആകില്ല. ഇതേ ഉള്ളൂ നമ്മുടെ 4 ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയും. അപ്പൊ ഇവിടെ നമ്മൾ ആൻസർ ആരാ വരുന്നത്, സ്പിൻ ക്വാണ്ടം നമ്പർ ആണ്. കാരണം ഇത് മൂന്നും ഈക്വൽ ആണെങ്കിൽ പോലും ഇത് ഒരിക്കലും എന്ത് ചെയ്യില്ല, 2 ഇലക്ട്രോൺസിന് ഒരിക്കലും ഈക്വൽ ആവില്ല, സ്പിന്നിലെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താ, ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനുള്ള മാർഗം എന്താണെന്നാണ് ചോദ്യം. നമ്മുടെ വാട്ടറിന് 2 തരത്തിലുള്ള ഹാർഡ്നെസ് ഉണ്ട് അല്ലെ, ടെമ്പററി ഹാർഡ്നെസ്സും പെർമനന്റ് ഹാർഡ്നെസ്സും. എങ്ങനെയായിട്ട് ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാകുന്നത്, കാൽഷ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും ഒക്കെ ബൈകാർബണേറ്റ് വെള്ളത്തിൽ പ്രസന്റ് ആണെങ്കിൽ അത് അതിന് ടെമ്പററി ഹാർഡ്നെസ് കൊടുക്കും. ബൈകാർബണേറ്റിന്റെ പ്രസൻസ് ആണ് ടെമ്പററി ഹാർഡ്നെസ് കൊടുക്കുന്നത്. ഏതിന്റെയൊക്കെ ബൈകാർബണേറ്റ്, കാൽഷ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും. നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം, ടെമ്പററി ഹാർഡ്നെസ് നമുക്ക് മാറ്റണമെങ്കിൽ കുറച്ച് ഈസിയർ ആണ്. ഏതാണ്, ബോയിൽ ചെയ്താൽ മതി, ചൂടാക്കിയാൽ മതി. ഇല്ലെങ്കിൽ ക്ലർക്സ് മെത്തേഡ് വഴി, ക്ലർക്സ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ലൈം അതിലേക്ക് ആഡ് ചെയ്യും, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അതിലേക്ക് ആഡ് ചെയ്യുന്ന പ്രോസസ് തന്നെയാണ് എന്ന് പറയുന്നത് ക്ലർക്സ് മെത്തേഡ്. അപ്പൊ അതുവഴി ഇതിലെ ബൈകാർബണേറ്റുകൾ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഹാർഡ്നെസ് കുറയ്ക്കും. അതാണെന്ന് പറയുന്നത് ക്ലർക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ബൈകാർബണേറ്റ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം ആണ് ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണമാകുന്നത്. അത് റിമൂവ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ബോയിൽ ചെയ്യുക, അല്ലെങ്കിൽ ക്ലർക്സ് മെത്തേഡ് യൂസ് ചെയ്യുക. രണ്ടാമത്തെ ഹാർഡ്നെസ് ആണ് ആര്, പെർമനന്റ് ഹാർഡ്നെസ്. പെർമനന്റ് ഹാർഡ്നെസ് എങ്ങനെയാ ഉണ്ടാകുന്നത്, കാൽഷ്യത്തിന്റെയും സൾഫേറ്റിന്റെയും ക്ലോറൈഡുകളോ സൾഫേറ്റുകളോ, ക്ലോറൈഡ് ആൻഡ് സൾഫേറ്റ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം. നേരത്തെ നമ്മുടെ ടെമ്പററി ഹാർഡ്നെസ് ബൈകാർബണേറ്റുകൾ കാരണമാണെങ്കിൽ ഇവിടെ ക്ലോറൈഡിന്റെയും സൾഫേറ്റിന്റെയും കണ്ടന്റ് കാരണമാണ് പെർമനന്റ് ഹാർഡ്നെസ് ഉണ്ടാകുന്നത്. ഇത് നമുക്ക് ബോയിലിംഗ് വഴി മാറ്റാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യാം, അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ്. അതായത് ഇവിടെ പെർമനന്റ് ഹാർഡ്നെസ്സിന് കാരണമാകുന്ന അയോണുകളെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യും, ഇവിടെ റിയാക്ഷൻ നടക്കും. അതിന് പെർമ്യൂട്ടഡ് മെത്തേഡ് എന്നൊക്കെ പറയും. ഓക്കെ, നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള റിയേജന്റ് ആഡ് ചെയ്തിട്ട് അതിനകത്തുള്ള അയോൺസിന് എന്ത് ചെയ്യാണ്, റിമൂവ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഹാർഡ്നെസ് കുറയും. പിന്നെ മറ്റൊരു മെത്തേഡാണ് വാഷിംഗ് സോഡ അഥവാ സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുക. അതിന്റെ ഫലമായിട്ട് നമുക്ക് പെർമനന്റ് ഹാർഡ്നെസ്സിന് എന്ത് ചെയ്യാം, കുറയ്ക്കാം. ഇല്ലെങ്കിൽ മറ്റൊരു മെത്തേഡാണ് ഡിസ്റ്റിലേഷൻ, അതായത് വേപ്പറൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, കൂൾ ചെയ്ത് കൊണ്ടുവരിക. അപ്പോഴും നമുക്ക് എന്ത് റിമൂവ് ചെയ്യാൻ പറ്റും, പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോ പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ 3 മെത്തേഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്, ഒന്ന് അയൺ എക്സ്ചേഞ്ച് മെത്തേഡ്, പിന്നെ വാഷിംഗ് സോഡയുടെ അഡിഷൻ, മറ്റൊന്ന് ഏതാണ്, ഡിസ്റ്റിലേഷൻ ആണ്. ഇപ്പൊ ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ ഒന്നുകിൽ ബോയിൽ ചെയ്യാം, അല്ലെങ്കിൽ ക്ലർക്സ് മെത്തേഡ് യൂസ് ചെയ്യാം. പെർമനന്റ് ഹാർഡ്നെസ്സിന് 3 മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇനി ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോയാൽ നമ്മുടെ ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനുള്ള പ്രോസസ് ഏതെന്നാ ചോദ്യം. ഏതായിരുന്നു, ക്ലർക്സ് മെത്തേഡ് ആണ് കേട്ടോ, ക്ലർക്സ് മെത്തേഡ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Name the crystal system in which all the sides and all the angles are different. എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഡിഫറെന്റ് ആയ ക്രിസ്റ്റൽ സിസ്റ്റം ഇതിൽ ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര ക്രിസ്റ്റൽ സിസ്റ്റംസ് അറിയാം? 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് ഉണ്ട് അല്ലേ? ഒരു ക്രിസ്റ്റൽ, ഇപ്പൊ ഞാനിപ്പോ ഒരു ക്യൂബിക് ഷേപ്പിലുള്ള ക്രിസ്റ്റൽ എടുക്കുകയാണ് എങ്കിൽ അതിന്റെ 3 ആക്സിസിനെ, എക്സ് ആക്സിലുള്ള ആക്സിസിനെ ഞാൻ എ എന്ന് വിളിക്കുകയാണ്, വൈ ഡയറക്ഷനിലുള്ള ആക്സിസിനെ ബി എന്ന് വിളിക്കുകയാണ്, ഇസഡ് ഡയറക്ഷനിലുള്ള ആക്സിസിനെ സി ആണ്. അപ്പൊ ഒന്ന് എ, ഇത് ബി, ഇത് സി. ആ ക്രിസ്റ്റലിന്റെ 3 ഡയറക്ഷൻസിനെയാണ് പറയുന്നത്. അതിന്റെ ആ യൂണിറ്റ് സെല്ലിലെ പാരാമീറ്റേഴ്സ് ആണ് എയും ബിയും സിയും എന്ന് പറയുന്നത്, അതിന്റെ ലെങ്ത് എലമെന്റ്സ്. ഇനി എക്കും ബിക്കും ഇടയിൽ വരുന്ന ആംഗിളിനെ ആൽഫ എന്നും, ബിക്കും സിക്കും ഇടയ്ക്ക് വരുന്നതിനെ ബീറ്റ എന്നും, എക്കും സിക്കും ഇടയ്ക്ക് വരുന്നതിനെ ഗാമ എന്നും വിളിക്കും. ഓക്കെ, അപ്പൊ ഈ 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിനും എ ബി സിയുടെ വാല്യൂസും ആൽഫ ബീറ്റ ഗാമയുടെ വാല്യൂസും മാറുന്നതിനനുസരിച്ച് ഈ ക്രിസ്റ്റലിന്റെ ഷേപ്പ് മാറും ഇല്ലേ? നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ ലെങ്ത് ചേഞ്ച് ചെയ്യാണ്, ഇതിനിടയ്ക്കുള്ള ആംഗിൾസ് ചേഞ്ച് ചെയ്യാണ്. അപ്പൊ എന്ത് ചെയ്യും, ഇതൊരു ക്യൂബ് എന്ന് പറയുന്ന ഷേപ്പിൽ നിന്ന് വ്യതിചലിക്കൂലേ? ഡിഫറെന്റ് തരത്തിലുള്ള ഷേപ്സ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമുക്ക് 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് ആണ് ഉള്ളത്. നമുക്ക് 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് നോക്കിയിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ക്യൂബിക്, ദെൻ ടെട്രാഗണൽ, ഓർത്തോറോംബിക്, ഹെക്സാഗണൽ, റോംബോഹെഡ്രൽ അഥവാ ട്രയഗണൽ, പിന്നെ ഇതിന് ഒരു പേരാണ് കേട്ടോ, ദെൻ
മോണോക്ലിനിക് ആൻഡ് ട്രൈക്ലിനിക്. ഇതാണ് 7 ക്രിസ്റ്റൽ സിസ്റ്റംസ്. ക്യൂബിക് എന്ന് പറയുന്ന ക്രിസ്റ്റൽ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താ? 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും, 3 ആംഗിൾസും ഈക്വലും ആയിരിക്കും, 90 ഡിഗ്രിയും ആയിരിക്കും. അതായത് നമ്മൾ സാധാരണ ഒരു ക്യൂബ് വരയ്ക്കുകയാണ്, നമ്മളൊരു നോർമൽ ക്യൂബ് വരയ്ക്കുകയാണെങ്കിൽ 3 സൈഡ്സും ഈക്വൽ ആയി, നമ്മൾ റുബിക്സ് ക്യൂബ് ചിന്തിച്ചാൽ മതി. ഓക്കെ, അതിന്റെ 3 ആക്സിന്റെയും ലെങ്ത് ഈക്വൽ ആണ്, പിന്നെ അതിന്റെ ആംഗിൾസ് 90 ഡിഗ്രിയുമാണ് അല്ലെ. അപ്പൊ അത് എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു ക്യൂബിക് ക്രിസ്റ്റലിന് എക്സാമ്പിൾ ആണ്. ക്യൂബിക് ക്രിസ്റ്റലിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. സോഡിയം ക്ലോറൈഡ് വരും, സിങ്ക് ബ്ലെൻഡ്, ദെൻ കോപ്പറിന്റെ സ്ട്രക്ചർ, ഇതൊക്കെ ക്യൂബിക് സ്ട്രക്ചർ ആണ്. നമുക്കിവിടെ ആക്സിയൽ ഡിസ്റ്റൻസും ലെങ്തും മാത്രം, ആംഗിൾസും മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ ക്യൂബിക് ആണെങ്കിൽ സൈഡ്സ് എല്ലാം ഈക്വൽ ആയിരിക്കും, ആംഗിൾസ് എല്ലാം 90 ഡിഗ്രി ആയിരിക്കും. ടെട്രഗണൽ ആണെങ്കിലോ 2 സൈഡ്സ് ഈക്വൽ ആയിരിക്കും, 3ാമത്തെ സൈഡ് ഈക്വൽ അല്ല. ദെൻ 3 ആംഗിൾസും 90 ഡിഗ്രി തന്നെയാണ്. ഓർത്തോറംബിക്കനോ ഇവിടെ 3 ആംഗിൾസ് 90 ആണ്, സൈഡ്സ് ഒന്നും ഈക്വൽ അല്ല. സൈഡ്സ് എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി ആണ്. ഹെക്സാഗണലിലാണെങ്കിൽ 2 സൈഡ്സ് ഈക്വൽ ആണ്, 3ാമത്തെ സൈഡ് ഈക്വൽ അല്ല. 2 ആംഗിൾസ് 90 ആണ്, പക്ഷെ ഒരു ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി ആണ്. ആർക്കടെ? ഹെക്സാഗണൽ. ഹെക്സാഗണൽ എന്ന് പറയുമ്പോൾ ഒരു 6 എന്നൊരു അർത്ഥം വരുന്നില്ലേ? 6ന്റെ മൾട്ടിപ്പിൾ അല്ലേ 12. അപ്പൊ ഒരു ആംഗിൾ മാത്രം 120 ഡിഗ്രി ആണെന്ന് എന്ത് ചെയ്യുക? ഒന്ന് റിലേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ ട്രയഗണൽ അഥവാ റോംബോഹെഡ്രൽ, അതിന് എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, ആംഗിൾ എന്തിന് ഈക്വൽ അല്ല? 90 ഡിഗ്രിക്ക് ഈക്വൽ അല്ല. മോണോക്ലിനിക് ആണെങ്കിലോ 3 സൈഡ്സും ഈക്വൽ അല്ല, പക്ഷെ 2 ആംഗിൾസ് ഈക്വൽ ആണ്, അത് 90 ഡിഗ്രിക്ക് ഈക്വൽ ആണ്. 3ാമത്തെ ആംഗിൾ 90 ഡിഗ്രിക്ക് ഈക്വൽ അല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അതൊന്ന് ഓർത്ത് വെക്കാം. ദെൻ ട്രൈക്ലിനിക് ആണെങ്കിലോ, ട്രൈക്ലിനിക് ആണെങ്കിൽ 3 സൈഡ്സും ഈക്വൽ അല്ല, 3 ആംഗിൾസും ഈക്വൽ അല്ല. ഓക്കെ, ഇവിടെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെച്ചിരിക്കാൻ നന്നായിരിക്കും. നമ്മുടെ സോഡിയം ക്ലോറൈഡിന്റെ സ്ട്രക്ചർ നോക്കി വെക്കുക. ദെൻ ഹെക്സാഗണലിന്റെ ഗ്രാഫൈറ്റ് ഹെക്സാഗണലിന്റെ എക്സാമ്പിൾ ആണ്. കാൽസൈറ്റും സിന്നാബാറും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. മെർക്കുറി സൾഫൈഡ് ആണ് സിന്നബാർ എന്ന് പറയുന്നത്. ചിലപ്പോൾ അങ്ങനെയും ചോദിച്ചുകൂടായികയില്ല. CaCO3 എന്താണത്? കാൽസൈറ്റ് ആണ്. HGS എന്താണത്? സിന്നബാർ ആണ്. ഓക്കെ, നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ തന്നെ ഉണ്ട് ഈ 7 ക്രിസ്റ്റൽ സിസ്റ്റംസും ഈ എക്സാമ്പിൾസ്. ഇപ്പം സോഡിയം ക്ലോറൈഡ്, സിങ്ക് ബ്ലെൻഡ്, കോപ്പർ ഓർത്ത് വെക്കുക, ഗ്രാഫൈറ്റ് ഓർമ്മിക്കുക, കാൽസൈറ്റും സിന്നബാറും എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ ഇത്രയും എക്സാമ്പിൾസ് എങ്കിലും കുറഞ്ഞത് പഠിക്കുക. ട്രൈക്ലിനിക് എന്ന് പറയുമ്പോൾ ഒരു സൈഡ്സും ഒരു ആംഗിൾസും ഈക്വൽ അല്ല. അതിന് ഉദാഹരണം ആരാണ്? പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ് കേട്ടോ. K2Cr2O7 എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ്, K2Cr2O7. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഏത് ക്രിസ്റ്റൽ സിസ്റ്റത്തിലാണ് എല്ലാ സൈഡും എല്ലാ ആംഗിൾസും ഡിഫറെന്റ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ ഈക്വൽ അല്ലാത്തതെന്നാണ് ചോദ്യം. ആർക്കാണ് ഇവിടെ? നമ്മുടെ ട്രൈക്ലിനിക്കിനാണ്. ഓക്കെ, so next question. The group of elements which does not belong to Dobereiner triad. Dobereiner triad ഉൾപ്പെടാത്ത ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ് ഇതിൽ ആരാണെന്നാണ് ചോദ്യം. അപ്പൊ ആരാണ് ഈ ഡോബ്രീനർ എന്ന് പറയുന്നത്? ഡോബ്രീനർ എന്ന് പറഞ്ഞാൽ ഒരു സയന്റിസ്റ്റിന്റെ പേരാണ്. ആദ്യമായിട്ട് എലമെന്റ്സിനെ അതിന്റെ ട്രെൻഡ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാൻ ആദ്യമായി സ്റ്റഡി ചെയ്ത ആളാണ് ആര്? ഡോബ്രീനർ. അതായത് നമ്മൾ ഇന്ന് കാണുന്ന പീരിയോഡിക് ടേബിളിന്റെ ഒക്കെ ഒരു ഇൻവെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡോബ്രീനറിന്റെ കണ്ടുപിടുത്തങ്ങളിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഡോബ്രീനർ പറഞ്ഞ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ട്രയാഡുകൾ എന്ന് പറയുന്ന ഒരു ട്രെൻഡ് ആണ് ഡോബ്രീനർ സെറ്റ് ചെയ്തത്. അപ്പൊ എന്താണ് ട്രയാഡ്സ് എന്ന് നോക്കാം നമുക്ക്. ഇപ്പോ ഡോബ്രീനർ പറഞ്ഞു a similarity among the physical and chemical properties of several of 3 elements. അദ്ദേഹം ഒരു 3 എലമെന്റ്സിന്റെ ഗ്രൂപ്പ് എടുത്തു. ഓക്കെ, 3 എലമെന്റ്സിന്റെ ഗ്രൂപ്പ് എടുത്ത സമയത്ത് ഈ 3 എലമെന്റ്സും തമ്മിൽ ഒരു സിമിലാരിറ്റി അദ്ദേഹം ഒബ്സർവ് ചെയ്തു. അപ്പൊ ഈ 3 എലമെന്റ്സിന്റെ ഗ്രൂപ്പിനെയാണ് ട്രയാഡുകൾ എന്ന് വിളിച്ചത്. ഓക്കെ, ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഈ നടുവിലുള്ള എലമെന്റിന്റെ അറ്റോമിക് നമ്പർ will be the average of the first and third elements. ഇപ്പൊ ഞാൻ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം അദ്ദേഹം കൺസിഡർ ചെയ്ത ഒരു ട്രയാഡാണ്. ലിഥിയവും, സോഡിയവും, പൊട്ടാസ്യവും. ഇപ്പൊ ലിഥിയത്തിന്റെ അറ്റോമിക് വെയിറ്റ് മാസ് നമ്പർ 7 ആണ്, സോഡിയത്തിന്റെ 23 ആണ്, പൊട്ടാസ്യത്തിന്റെ 39 ആണ്. ഈ ആദ്യത്തെ അവസാനത്തെ എലമെന്റിന്റെ ആവറേജ് ആയിരിക്കും മിഡിൽ എലമെന്റിന്റെ അറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതിന് കൂടാതെ എന്തൊരു പ്രോപ്പർട്ടിയും കൂടെ അദ്ദേഹം കണ്ടെത്തി? ഈ മിഡിൽ ഇരിക്കുന്ന എലമെന്റിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അതിന്റെ സ്വഭാവ സവിശേഷതകൾ ലിഥിയത്തിന്റെയും അതായത് മേളിലും താഴെ ഇരിക്കുന്ന എലമെന്റ്സിന്റെ ആവറേജ് ആയിരിക്കും. ഓക്കെ, ഇത് രണ്ടിന്റെയും പ്രോപ്പർട്ടീസിന്റെ ഒരു ആവറേജ് ആയിരിക്കും ആരുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? മിഡിൽ എലമെന്റിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇതാണ് ആര് കണ്ടെത്തിയത്? ഡോബ്രീനർ കണ്ടെത്തിയത്. ഇതിനാണ് ലോ ഓഫ് ട്രയാഡ്സ് എന്ന് പറയുന്നത്. അദ്ദേഹം കുറച്ച് എലമെന്റ്സ് ഒബ്സർവ് ചെയ്തപ്പോൾ അത് ശരിയായിരുന്നു, പക്ഷെ കൂടുതൽ എലമെന്റ്സ് ഡിസ്കവർ ചെയ്തപ്പോൾ അതിൽ കുറച്ച് എന്തുണ്ടായി?
മിസ്മാച്ചസ് ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ ലോ ഓഫ് ട്രയാഡ്സ് നമ്മൾ ഇത് കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് എലമെന്റ്സ് അദ്ദേഹം സ്റ്റഡി ചെയ്യുന്ന കുറച്ച് എലമെന്റ്സിന് എന്ത് ചെയ്യണം, നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അദ്ദേഹം ഒരു ട്രയാഡ് ആണ് ലിഥിയം സോഡിയം പൊട്ടാസ്യത്തിന്റെ ഒരു ഗ്രൂപ്പ്, ദെൻ കാൽഷ്യം സ്ട്രോൺഷ്യം ബാരിയത്തിന്റെ ഒരു ഗ്രൂപ്പ്, ദെൻ ക്ലോറിൻ ബ്രോമിൻ അയഡിന്റെ ഒരു ഗ്രൂപ്പ്. ഈ 3 ഗ്രൂപ്പ്സിലും ഈ ഒരു പാറ്റേൺ ഒബ്സർവ് ചെയ്യും. ഓക്കെ, നമ്മൾ ഈ എലമെന്റ്സിനെ നമ്മൾ ഇന്നത്തെ പീരിയോഡിക് ടേബിളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ താഴെ കിടക്കുന്ന എലമെന്റ്സ് ആണ്. അതായത് ഒരു ഗ്രൂപ്പിൽ ലിഥിയം സോഡിയം പൊട്ടാസ്യം, കാൽഷ്യം സ്ട്രോൺഷ്യം ബാരിയം അല്ലേ രണ്ടാമത്തത്, കാൽഷ്യം സ്ട്രോൺഷ്യം ബാരിയം, പിന്നെ ക്ലോറിൻ ബ്രോമിൻ അയഡ് ഇതാണ്ടോ, ഇതൊക്കെ ഒരു ഗ്രൂപ്പിൽ വരുന്നവയാണ്. നമ്മൾ ഒരു ഗ്രൂപ്പിൽ വരുന്നവയെന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ചെറിയ സിമിലർ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പം ഈ ട്രയാഡുകളാണ് ആര് പറഞ്ഞത്, ഡോബ്രീനർ പറഞ്ഞത്. അപ്പൊ ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടോ നമ്മുടെ ഓപ്ഷനിൽ? ഉണ്ട്. ഏതായിരുന്നു? കാർബൺ, സിലിക്കൺ, ജെർമാനിയം. നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കാർബൺ, സിലിക്കൺ, ജെർമാനിയം ഇത് എവിടെയാ പീരിയോഡിക് ടേബിളിന്റെ ഏത് ഭാഗത്തായിട്ട് കിടക്കുന്നു എന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെ കാർബൺ, സിലിക്കൺ, ജെർമാനിയം ഇതെന്തല്ല, ട്രയാഡുകളല്ല. അദ്ദേഹം കണ്ടുപിടിച്ച പ്രോപ്പർട്ടീസിൽ നിന്നും വ്യതിചലിക്കുന്ന കോമ്പൗണ്ടുകളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്, കാർബൺ, സിലിക്കൺ, ജെർമാനിയം എന്ന് പറയുന്നത്. ഇവ എന്ത് കാണിക്കുന്നതല്ല, ഈ സിലിക്കണിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കാർബണിന്റെയും ജെർമാനിയത്തിന്റെയും പ്രോപ്പർട്ടീസിന്റെ ആവറേജ് അല്ല. അത് തന്നെയാണ് അത് വയലേറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഓപ്ഷനിൽ ആര് വരും, കാർബൺ, സിലിക്കൺ, ജെർമാനിയം ആണ് നമ്മുടെ ആൻസർ ഇവിടെ ഡോബ്രീനർ ട്രയഡിൽ ഉൾപ്പെടാത്തത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡോബ്രീനർ ട്രയഡിന്റെ കൂടെ നിങ്ങൾ അവിടെ ലോ ഓഫ് ഒക്ടേവ്സ് ഒക്കെ കൂടെ ഒന്ന് നോക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. കാരണം ആ ഒരു ഏരിയാസ് എന്ത് ചെയ്യും, കവർ ആവും. ദെൻ കാവോലിനൈറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് അത് എന്തിന്റെ ഓറാണെന്നാണ് ചോദ്യം. ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു മെറ്റലിനെ എക്കണോമിക്കലി ഈസിലിയുമായിട്ട് വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന സോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഓർ എന്ന് പറയുന്നത്. നമുക്ക് ഒരു മെറ്റലിനെ ഇതിന് എന്ത് ചെയ്യണം, ഐസൊലേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഓർ എന്ന് പറയുന്ന സാധനം കൂടുതൽ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് ഒന്നും അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എക്കണോമിക്കലും ആയിരിക്കണം, ഈസിലി അക്സസിബിളും ആയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കോമ്പൗണ്ടുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഓർസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ കാവോലിനൈറ്റ് എന്ന് പറയുന്നത് എന്തിന്റെ ഓറാണെന്നാണ് ചോദ്യം. കാവോലിനൈറ്റ് എന്ന് പറയുന്നത് അലൂമിനിയത്തിന്റെ ഓറാണ്. അലൂമിനിയത്തിന്റെ വേറെ ഏതെങ്കിലും ഓർ നിങ്ങൾക്ക് അറിയോ കാവോലിനൈറ്റ് അല്ലാതെ? ബോക്സൈറ്റ് അല്ലെ, ബോക്സൈറ്റ് നമ്മുടെ അലൂമിനിയത്തിന്റെ ഓറാണ്. അപ്പൊ നമുക്ക് ജനറലി കുറച്ച് ഓർസിനെയും അതിന് ഐസൊലേറ്റ് ചെയ്യുന്ന മെറ്റൽസിനെ ഒന്ന് കണ്ടുപിടിച്ചാലും. അലൂമിനിയത്തിന്റെ ബോക്സൈറ്റ് ആണ്. പിന്നെ നമ്മളിപ്പോ പറഞ്ഞ കാവോലിനൈറ്റും വരും കേട്ടോ. കാവോലിനൈറ്റ് എന്ന് പറയുമ്പോൾ ക്ലേയുടെ ഒരു രൂപമാണ് കാവോലിനൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ അയണിന്റെ ഓർസ് ഏതൊക്കെയാ, ഹാമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സൈഡറൈറ്റ്, അയൺ പൈറൈറ്റസ്. ഹാമറ്റൈറ്റിന്റെ ഫോർമുല ഒന്ന് ഓർത്ത് വെച്ചിരുന്നോ, ഹാമറ്റൈറ്റ് Fe2O3 ആണ്, മാഗ്നറ്റൈറ്റ് എന്താ Fe3O4 ആണ്. സിഡറൈറ്റ്, അയൺ പൈറൈറ്റസ് ഇവരെല്ലാം അയണിന്റെ ഓർസ് ആണ്. അയണിനെ എക്കണോമിക്കലി നമുക്ക് വേർതിരിക്കാൻ പറ്റുന്ന കോമ്പൗണ്ടുകളാണ് ഹാമറ്റൈറ്റും, മാഗ്നറ്റൈറ്റും, സിഡറൈറ്റും, അയൺ പൈറൈറ്റസും. ദെൻ കോപ്പറിന്റെ ആരൊക്കെയാണ്, കോപ്പർ പൈറൈറ്റസ്, മാലക്കൈറ്റ്, കുപ്രൈറ്റ്, കോപ്പർ ഗ്ലാൻഡ് ഇതൊക്കെ കോപ്പറിന്റെ ഓർസ് ആണ്. ദെൻ സിങ്കിന്റെ ഓർസ് ആരൊക്കെയാണ്, സിങ്ക് ബ്ലെൻഡ് അല്ലെങ്കിൽ സ്പാലറൈറ്റ്, പിന്നെ കലാമിൻ, സിങ്കൈറ്റ്. കലാമിൻ എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. കലാമിൻ എന്ന് പറയുന്നത് എന്തിന്റെ ഓറാണ്, സിങ്കിന്റെ ഓറാണ് ആരെന്ന് പറയുന്നത്, കലാമിൻ. ഇതിൽ നിന്ന് കുറച്ച് യുണീക്ക് ആയിട്ടുള്ള നെയിംസ് ആയിരിക്കും നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. ബോക്സൈഡ് നമുക്ക് അറിയാമായിരിക്കും, കവോലിനൈറ്റ് അലൂമിനിയം ആണ്. ദെൻ അയൺ നമുക്ക് കുഴപ്പമില്ല അല്ലെ, അയണിന്റെ ആരൊക്കെയാണ്, ഹാമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റും ആണ്. ദെൻ കോപ്പർ വരുമ്പോ മാലക്കൈറ്റ് കോപ്പറിന്റെ ആണ്. ദെൻ ബാക്കി എല്ലാത്തിലും കോപ്പർ എന്ന് പറഞ്ഞ പേര് കാണുമ്പോൾ നമ്മൾ ഊഹിക്കും അത് ഏത് മെറ്റലിന്റെ ആണോ. ദെൻ കലാമിനില് എന്താണ് അടങ്ങിയിരിക്കുന്നത്, സിങ്ക്. ഇനി അടുത്ത് സ്പാലറൈറ്റ് എന്ന് ചോദിക്കാം. സ്പാലറൈറ്റ് എന്ന് പറഞ്ഞാൽ സിങ്ക് സൾഫൈഡ് ആണ് അല്ലെങ്കിൽ സിങ്ക് ബ്ലെൻഡ് ആണ്. അപ്പോൾ സ്പാലറൈറ്റിൽ അടങ്ങിയിരിക്കുന്ന മെറ്റൽ ആരാണ്, സിങ്ക് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻസ് കുറച്ചാണെങ്കിലും നമ്മൾ അതിൽ കൂടെ അഡീഷണലി ഒരുപാട് ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇനിയുള്ള ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. സോ താങ്ക് യു.